ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ടൊവിനോയുടെ നരിവേട്ട് കാണാൻ വേണ്ടി പോവാണ്. ലൂട്ടടി പോയിട്ട് വേണം നമ്മൾ പടം കാണാനായിട്ടാണ്. നമ്മളൊരു ഡബിൾ ഡക്കർ ബസ് പിടിച്ചിട്ടാണ് പോണത്. മേളിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് കയറി ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ആസ്വദിച്ച് അങ്ങനെ പോവാണ്. ലൂട്ടനിലോട്ട് പോകുന്ന റൂട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറത്തെ പോസ്റ്റിന് ശേഷം അങ്ങനെ ലൂട്ടനിലെത്തി. നേരെ ചെന്ന് കയറി ടിക്കറ്റ് എടുത്തു. പടത്തിനും അധികം ടൈം കൊണ്ട് 3 പൗണ്ടായി. അതായത് നാട്ടിലെ 300-320 രൂപയൊക്കെ വരും. ഈ പൂവായിട്ട് എന്നെ വെൽക്കം ചെയ്യുന്നതാണ് ശ്രീലക്ഷ്മി. തനി കോട്ടയംകാരി. എവിടെ പോയാലും കോട്ടയംകാരുണ്ടാവും. കോട്ടയംകാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ? അവള് ലൂട്ടനി താമസിക്കുന്നുണ്ട്. അവള് പോയ സ്ഥലമൊക്കെ അവൾ എന്നെ കൊണ്ടുപോയി കാണിപ്പിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ക്യൂട്ട്നെസ് ഇടാൻ നോക്കുന്നുണ്ട്. പിന്നെ നോക്കിയപ്പോ ഒരു സായിപ്പ് ഇങ്ങനെ കാൽവയ്യാത്തവരുടെ മുമ്പിൽ ഇരുന്ന് ഡാൻസ് കളിക്കുന്നു. അപ്പോഴേ വീണ്ടും ക്യൂട്ട്നെസ്. കുറെ മിഠായി കണ്ടിട്ട് കൊതി വന്ന്. അതുകൊണ്ട് കൈ പൈസ കുറവായതുകൊണ്ട് നേരെ നമ്മുടെ പാവങ്ങളുടെ മക്ഡിയിലോട്ട് പോയി. മക്ഡി പോകുമ്പോ ഞാൻ കൂടുതലും റാപ്പാണ് കഴിക്കുന്നത്. അതാണ് ഇപ്പൊ ലാഭം. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് തട്ടി. ഫുഡാണല്ലോ മുഖ്യം പിക്കില്ലേ. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഇതേ സായിപ്പന്മാര് വൈഷ്ണവ ജനത അതൊക്കെ പാടി പോണു. ഇതെന്താ വലിയ ഇന്ത്യയിലാണ് വന്നേക്കുന്നത്. ഗാനമേളയാ? ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? പിന്നെ ദേ കണ്ട കാഴ്ചയാണ്. നല്ല രസമുണ്ട്. ദേ അക്കച്ചിമാര് കിടന്നുള്ള ഡാൻസ് നോക്കിക്ക് നല്ല വൈബ് ഉണ്ടല്ലേ. അങ്ങനെ നമ്മളിപ്പോ ലൂട്ടറിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ലൂട്ടറാണ് ഈ കാണുന്നത്. എന്റെ ബാക്കിൽ ശ്രീലക്ഷ്മി. പടം തുടങ്ങാൻ പിന്നെ 1 മണിക്കൂറുണ്ട്. അപ്പൊ ഈ മരത്തിലൊക്കെ ഇങ്ങനെ കറങ്ങി ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് കടന്നിട്ട് ശ്രീലക്ഷ്മിനെ നമ്മൾ പറഞ്ഞു വിട്ടു. അവൾക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലോകത്തിലെ ഏറ്റവും ചെറിയൊരു സ്ക്രീനിൽ നരിവേട്ട കണ്ടു. മേക്കിങ്ങും റിയലിസ്റ്റിക് സ്റ്റോറി ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ടൊവിനോ ഇത്ര പാവം ഉണ്ടായിരുന്നു. അപ്പൊ ബൈ ഫ്രം ആഷ് അശ്വിൻ.